അന്ന് രാത്രി ഭക്ഷണം കഴിക്കാൻ ആദിയുടെ അടുത്ത് തന്നെയാണ് മീര ഇരുന്നത്. അവിടെ ഇപ്പുറമായി അജു. അവനവന്റെ കുഞ്ഞുമണിയെ നോക്കുന്തോറും എന്തിനോ സങ്കടം വന്ന് പോകുന്നുണ്ടായിരുന്നു. അവൾക്ക് സ്വന്തം എന്ന് പറയാൻ 2 ഏട്ടന്മാരുണ്ട്, അതും തന്നേക്കാൾ ഉയർന്ന നിലയിൽ നിൽക്കുന്നവർ. അവര് വന്നാൽ അവളെ സ്വന്തം എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ചാൽ തന്നെ അവൾ മറന്നു പോകുമോ എന്നൊരു സങ്കടം, പരിഭവം, അവളോടുള്ള സ്വാർത്ഥത എല്ലാം കൂടി ചെക്കനങ്ങ് സങ്കടം വന്ന് നിൽക്കുവാണ്. കൂടെ അറിഞ്ഞ കുറെ സത്യങ്ങളും എന്ത് ചെയ്യണമെന്നോ ആർക്കൊപ്പം നിൽക്കണമെന്നോ അറിയാത്ത ഒരവസ്ഥയിലായിരുന്നു അജു. ഓരോന്നും ഓർത്തുകൊണ്ട് ചെക്കൻ പ്ലേറ്റിൽ വെറുതെ വിരലിട്ട് കളിക്കുവാണ്. മാധവൻ ഒഴിച്ച് ബാക്കി എല്ലാവരും ആഹാരം കഴിക്കാൻ ഇരിക്കുന്നുണ്ട്. കഴിഞ്ഞുപോയ സമ്പത്തിനെ കുറിച്ചൊന്നും ആരും ചർച്ചയ്ക്ക് തയ്യാറായിരുന്നില്ല. പ്രധാനമായും ആദിയോടുള്ള ഭയം തന്നെയായിരുന്നു കാരണം. അവനത് ഇഷ്ടപ്പെടില്ലെന്ന് അവർക്കെല്ലാം ഉറപ്പാണ്. ഏട്ടാ ഏട്ടാ. അജു ഒരു ഞെട്ടലോടെ അവളെ നോക്കിപ്പോയി. സംശയത്തോടെ തന്നെ നോക്കിയിരിക്കുന്നവർ. കഴിക്കുന്നില്ലേ? അവന്റെ പ്ലേറ്റിലേക്ക് നോക്കിക്കൊണ്ടാണ് അവളുടെ ചോദ്യം. അജുവിന്റെ കണ്ണുകളും നിറഞ്ഞുപോയി. എല്ലാവരും രണ്ടുപേരെയും മാറി മാറി നോക്കി ഇരിപ്പാണ്. അജു കഴിക്കാതിരിക്കുന്ന അപ്പോഴാണ് അവരൊക്കെ ശ്രദ്ധിക്കുന്ന പോലും. ഏട്ടാ. ആ, എന്റെ കുഞ്ഞുമണിയാണേ, എന്റെ മാത്രം അനിയത്തിയാണേ. അവൻ പറയുന്നതിനൊക്കെ ഒരു ചോദ്യം പോലും ചോദിക്കാതെ സമ്മതത്തോടെ മൂളുന്നവനെ കാണെ അജുവിന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. കഴിക്ക്, ഏട്ടനും കഴിച്ചോളാം പറഞ്ഞുകൊണ്ട് പ്ലേറ്റിൽ നിന്നൊരു കഷ്ണം ചപ്പാത്തി മുറിച്ച് അവൻ വായിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞതും അവൾ നേരത്തെ ഒരു പുഞ്ചിരിയോടെ കഴിക്കാൻ തുടങ്ങി. ചുറ്റുമിരിക്കുന്നവരൊക്കെയും ഒരു കൗതുകത്തോടെ നോക്കിയിരുന്നു പോയി. ആദ്യം മാത്രം ആഹാരം കഴിക്കുന്നതിൽ മാത്രമാണ് ശ്രദ്ധ. ഏട്ടനും അനിയത്തും കൂടി ആഹാരം വീണ്ടും കഴിച്ചു തുടങ്ങിയതും ബാക്കിയുള്ളവർ നേരത്തെ ഒരു ചിരിയോടെ ബാക്കി കഴിച്ചു. മുഴുവൻ കഴിച്ചില്ലെങ്കിൽ ഞാൻ വാരിത്തരുവപ്പൂ. ഒരു ചപ്പാത്തിയുടെ പകുതി മാത്രം കഴിച്ച് എഴുന്നേൽക്കാൻ ഒരുങ്ങുന്നവളെ കാണെ കോർത്തൊരു നോട്ടത്തോടെ ആദി പറഞ്ഞു. തെല്ലൊരു അത്ഭുതത്തോടെ ആദിയെ നോക്കിയിരുന്നു പോയ എല്ലാവരും. മതി പതിയെ, അത്രയും പതിയെ മുഖം കുനിച്ചുകൊണ്ടാണ് പെണ്ണിന്റെ പറച്ചിൽ. ആദിയുടെ ചുണ്ടുകളൊന്ന് വിടർന്നുപോയി. പോരാ, മുഴുവനും കഴിച്ചു തീരൂ. ആദി നിർബന്ധം പറഞ്ഞതും ദയനീയമായി അവനെന്ന് നോക്കിയവൾ. കഴിക്ക്. നേരത്തെ ഒരു ചിരിയോട് അവൻ വീണ്ടും പറഞ്ഞതും എതിർക്കാനാവാതെ വീണ്ടും കഴിച്ചു തുടങ്ങിയവൾ. ആദിയുടെ പുതുഭാവങ്ങൾ ഓരോന്നും കാണുന്നവർക്ക് അത്ഭുതം നിറഞ്ഞവയാണ്. അവനിൽ ഇതുപോലെ ഒരു ആദിയുണ്ടെന്ന് പോലും അവരറിയുന്ന ഒരു പക്ഷെ ആദ്യമായിട്ടാവും. ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞതും താഴെ അമ്മമാരുടെ കൂടെ നിൽപ്പാണ് പെണ്ണ്. മോള് പോയി കിടന്നു, ഇനിയും വൈകണ്ട. സീതാമ്മ പറഞ്ഞതും അവളൊരു ചിരിയോടെ ഇന്നും കിടക്കുന്ന മുറിയിലേക്ക് തന്നെയാണ് നടന്നത്. മൂവരും എന്ത് പറയണമെന്നറിയാതെ ഒരു നിമിഷം പരസ്പരം നോക്കി നിന്നുപോയി. നമ്മളതൊന്നും നോക്കേണ്ട എടുത്തി, ആദ്യം തന്നെ വന്ന് കൊണ്ടുപോയിക്കോളൂ. തെല്ലൊരു കുറുമ്പോടെ സുധാമ പറഞ്ഞു നിർത്തിയതും ബാക്കിയുള്ളവരൊന്ന് ചിരിച്ചുപോയി. വാഷ്റൂമിൽ കയറി ഒന്ന് ഫ്രഷ് ആയിട്ട് ഇറങ്ങുമ്പോൾ ഡോറിൽ ചാരി കൈകെട്ടി നിൽക്കുന്നുണ്ട് ആദി. അവനെ കണ്ടതേ പെണ്ണിന്റെ മുഖമൊന്ന് വിടർന്നു. ഓടിച്ചെന്നവൾ അവന്റെ നെഞ്ചിൽ ചേർന്നു. അത്ര നേരം അവൾ കൂർപ്പിച്ച് നോക്കിയെന്നവന്റെ ചുണ്ടുകളൊന്ന് വിടർന്നുപോയി. തന്റെ റൂമിലേക്ക് വരാത്തയിൽ ദേഷ്യം പിടിച്ചു വന്നതാണ്. എന്നാൽ ഇപ്പോൾ താൻ ദേഷ്യത്തിലായിരുന്നെന്ന് പോലും മനസ്സിലാവാതെ ഓടി വന്നവളോട് എന്ത് പറയാനാണ്, എങ്ങനെ ദേഷ്യം കാണിക്കാനാണ്? ആദ്യമൊന്ന് ചിരിച്ചുപോയി. ഇളിക്കുഞ്ഞ്, നിനക്ക് എന്നോടൊട്ടും സ്നേഹമില്ലാട്ടോ. മുടിയിഴകളിൽ തഴുകിക്കൊണ്ടാണ് അവന്റെ പറച്ചിൽ. കാര്യം മനസ്സിലാവാതെ മുഖമൊന്ന് ഉയർത്തി നോക്കിയവൾ. എന്താ, സത്യമല്ലേ? ആണ്, സത്യമാണ്. അല്ല. ആദി വീണ്ടും പറഞ്ഞതും വിതുമ്പിക്കൊണ്ട് മറുപടി നൽകിയവൾ. ആദിയുടെ ഉള്ളമൊന്ന് വിങ്ങി. നിറഞ്ഞു തുടങ്ങിയ മിഴികളും വിതുമ്പിയ ചുണ്ടിലേക്കും അവൻ അത്രയും ഇഷ്ടത്തോടെ നോക്കി നിന്നു. എനിക്ക് തോന്നുന്നില്ലല്ലോ അപ്പു, എന്റെ അപ്പൂനെന്നെ ഇഷ്ടമാണെന്ന്. ആദി വീണ്ടും പറഞ്ഞത് കവിളിൽ നനച്ചുകൊണ്ടൊരു തുള്ളി പെയ്തു. സങ്കടം കൊണ്ട് അവളുടെ മുഖം ചുവന്നു. ഏറിയ മിടിപ്പോടെ അവൾ ഉറ്റുനോക്കിയവൻ. എനിക്ക് ഇഷ്ടമാ. ആണോ? എന്നിട്ട് എന്താ എന്റെ കിളിക്കുഞ്ഞൊരു ഉമ്മ പോലും തരാത്തെ? ഇതിപ്പോ എന്റെ ഉമ്മ മുഴുവൻ വാങ്ങിവെച്ചു, എനിക്ക് ഒന്നുപോലും ഇല്ല. കുറുമ്പൊളിപ്പിച്ചു വെച്ചൊരു ചോദ്യമായിരുന്നു അവന്. വിതുമ്പിക്കൊണ്ട് തന്നെ അവനെ നോക്കിയവൾ. ഒരു നിമിഷം ആദ്യം പോലും ഞെട്ടിച്ചുകൊണ്ട് ഒന്ന് ഉയർന്നുകൊണ്ട് അവന്റെ മുഖമാകെ ചുണ്ട് ചേർത്തവൾ. കവിളിൽ, മിഴികളിൽ, ചുണ്ടുകളിൽ, നെറുകയിൽ, മുഖത്തിന്റെ ഓരോ കോണിലും അതരങ്ങൾക്കൊപ്പം കണ്ണുനീർ കൂടി പതിച്ച് ഞെട്ടലോടെ തറഞ്ഞു നിൽക്കുകയാണ് ആദി. അവന്റെ കിളിക്കുഞ്ഞാണ്. അവളുടെ അതരങ്ങളാണ് തന്നിൽ പതിയുന്നത്. മിഴികൾ ഇറുകിയടച്ച് അവളെ ഒന്നാകെ വാരി പുണർന്നവൻ. ഇരു ശരീരങ്ങളും ഒരുപോലെ കിതച്ചു. അതെ, മതിയേട്ടോ. ഇനി എന്റെ കൊച്ചു ഉമ്മവച്ചാലേ നിന്റെ ആദ്യമായിട്ട് നിന്നെ ഒത്തിരി അങ്ങ് സ്നേഹിച്ചു പോവും, തളർന്നു പോവും നീ. കാതിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവൻ പറയുമ്പോഴും അവളുടെ ചുണ്ടുകൾ അവന്റെ നെഞ്ചിൽ അമർന്നിരുന്നു. അത്രമേൽ ഞാൻ നിന്നെ പ്രണയിക്കുന്നു എന്ന് പറയാതെ പറയുന്ന പോലെ. ഇരുട്ടിൽ നിൽക്കുന്ന വലിയ രൂപത്തിന്റെ അരിയിലായി വന്നു നിന്നതും അൻഷിന്റെ മിഴികളൊന്നും നിറഞ്ഞു. ഏട്ട, എത്ര നേരം ഇങ്ങനെ? എപ്പോഴാ ഒന്ന് കിടന്നേ? അൻഷിന്റെ വാക്കുകൾ കേട്ടിട്ടും ഒരു വാക്ക് പോലും പറയാതെ അതേ നിൽപ്പ് തുടർന്നവൻ. നീ അന്വേഷിച്ചിരുന്നു അൻഷ്? എനിക്കറിയുന്ന സോഴ്സ് മുഴുവൻ ഉപയോഗിച്ച് ഞാൻ അന്വേഷിച്ചതാ.
ആദിത്യവർമ്മ എന്ന ബിസിനസ്മാൻ ആരാണെന്ന് മാത്രമാണ് എനിക്ക് കണ്ടെത്താൻ സാധിച്ചത്. എനിക്കറിയേണ്ടത് ചെകുത്താനെ കുറിച്ചാണ് അൻഷ്. എനിക്കൊരു സൂചന പോലും കിട്ടിയിട്ടില്ല ഏട്ടാ. എന്തായതായെന്നൊന്നും ആർക്കും അറിയില്ല. 2 വർഷം അവന്റെ ജീവിതത്തിൽ സംഭവിച്ചെന്താണെന്ന് മാത്രം ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 2 വർഷം എന്ന് പറയുമ്പോൾ അപ്പുവിനവൻ താലികെട്ടി സ്വന്തമായി കഴിഞ്ഞുള്ള 2 വർഷം. അവനെ പോലെ ഒരാൾക്ക് മോളെ കണ്ടുപിടിക്കുക എന്നൊരു ടാസ്ക് അല്ല ഏട്ടാ. അവൻ വിചാരിച്ചിരുന്നെങ്കിൽ, അതിനായിട്ടൊന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവളെ കണ്ടുപിടിച്ചേനെ. വർഷങ്ങൾക്ക് മുമ്പ് അപ്പന്വേഷിച്ചിരുന്ന മർഡർ കേസ് അടക്കം ദിവസങ്ങൾ കൊണ്ട് കണ്ടുപിടിച്ച അവൻ മോളെ കണ്ടെത്തില്ലെന്ന് പറയുന്നതിന് വലിയ കള്ളമല്ലേ? പറയുന്നവനും കേൾക്കുന്ന നമ്മളാവുമ്പോ കണ്ണടച്ചിരുട്ടാക്കുന്ന പോലെയാവും. വല്ലാത്തൊരു ചോദ്യമാണ് ഏട്ടാ ഈ ചെകുത്താൻ ആരാണെന്ന്. ദീർഘമായി ഒന്ന് വിശ്വസിച്ചുകൊണ്ട് അനുഷ പറഞ്ഞു നിർത്തുമ്പോൾ രുദ്രനൊന്ന് ചിരിച്ചു. പല അർത്ഥങ്ങളും ഒളിപ്പിച്ചു വെച്ച പുഞ്ചിരി. ആദിയുടെ കൈക്കുള്ളിലായിരുന്നു മീര. തീർത്തും ശാന്തമായൊരു ഉറക്കം. അവന്റെ റൂമിലാണ് ഇരുവരും കിടക്കുന്നത്. ആദിയുടെ കിളിക്കുഞ്ഞിന് പിന്നെ എവിടെയായാലും കുഴപ്പമില്ല, കൂടെ അവനുണ്ടായാൽ മതി. ആ കൈകളുടെ കരുതലുണ്ടെങ്കിൽ, നെഞ്ചിലെ ചൂടുണ്ടെങ്കിൽ പെണ്ണ് സുഖമായി കിടന്ന് മയങ്ങും. അതിന് എവിടെയാണെങ്കിലും അവൻ തട്ടി വിളിക്കാതെ, ആ ചൂട് അകന്നു മാറാതെ അവളായി എഴുന്നേൽക്കുകയുമില്ല. ഒരുപക്ഷെ ആദ്യ അരികിലുള്ളപ്പോൾ മാത്രം സംഭവിക്കുന്ന ഒരു മായാജാലമാവും അത്. ഇരുവരുടെയും ആദ്യ കൂടിക്കാഴ്ച മുതൽ അങ്ങനെ തന്നെയാണെന്ന് പറയാം. നെഞ്ചോരം പതിക്കുന്ന അവളുടെ ചുടുനിശ്വാസത്തിൽ മിഴികൾ ഇറുകെ അടച്ചൊന്ന് തുറന്നവൻ. ശരീരമൊന്നാകെ നിറയുന്ന ഒരു പ്രത്യേക അനുഭൂതിയുണ്ട്. തന്റെ ഉടലിന്റെ ഇണ അതിനോട് ചേർന്ന് കിടക്കുമ്പോൾ തോന്നുന്ന ഒരു അനുഭൂതി. ഈ ലോകത്ത് ഇവൾക്കല്ലാതെ മറ്റാർക്കും നൽകാനാവാത്ത ഒന്ന്. ആദിയുടെ മിഴികൾ അവളുടെ മുഖമൊന്നാകെ അലഞ്ഞു. തന്നെ പൂർണ്ണനാക്കുന്നവൾ, നേടിയതെല്ലാം പ്രായോഗികമാക്കാൻ തന്റെ ഉടലിനോട് ചേരേണ്ടവൾ. ആദിത്യവർമ്മയ്ക്കും ചെകുത്താനും ഒരുപോലെ പ്രണയം തോന്നിയ തന്റെ കിളിക്കുഞ്ഞ്. എന്നെയും എന്റെ പ്രണയത്തെയും ഏറ്റുവാങ്ങാൻ മാത്രമേ നിനക്ക് കഴിയൂ അപ്പു. നിനക്കതിന് സാധിക്കാതെ പോയിരുന്നുവെങ്കിൽ, നിനക്ക് പരം മറ്റൊന്നായിരുന്നുവെങ്കിൽ ആദിക്കൊരു ഇണയുണ്ടാവില്ലായിരുന്നു പെണ്ണേ. ഏതോ ഓർമ്മയിൽ അവന്റെ മിഴികളൊന്ന് നിറഞ്ഞുപോയി. ആദ്യമായി അവളെ കണ്ടത്, താലികെട്ടി സ്വന്തമാക്കിയത്, മനഃപൂർവ്വം അവളെ നഷ്ടപ്പെടുത്തേണ്ടി വന്ന വിധി. അതേ നിമിഷം മീരയ്ക്കൊപ്പം മറ്റൊരു മുഖം കൂടി അവനുള്ളിൽ തെളിഞ്ഞു. ശക്തനായ എതിരാളിയുടെ, തനിക്ക് വേണ്ടി ജീവൻ എടുക്കാനും ജീവൻ നൽകാനും മടിയില്ലാത്തൊരു മുഖം. നീ ഇനി ഉറങ്ങില്ല ആയുഷ്? പുറകിൽ നിന്ന് കേൾക്കുന്ന ചോദ്യത്തിൽ അവനൊരു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. അജു, നീയും കിടന്നില്ലേ? ഉറക്കം കിടത്തുന്ന കാര്യങ്ങളാണല്ലോ കേട്ടത്, അറിഞ്ഞല്ല. ഒരു നിശ്വാസത്തോടെ പറഞ്ഞുകൊണ്ട് ആയുഷ് ഇരിക്കുന്ന ചെയറിന്റെ ഓപ്പോസിറ്റായി ചെന്നിരുന്നു അജു. ഇരുവരും മുറ്റത്ത് സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ഗാർഡനിലാണ്. ഈ കാണുന്നൊക്കെയും സമ്പാദിച്ചു കൂട്ടാൻ സൂര്യ പോലെ എത്ര ജീവനുകൾ എടുത്തു കാണും അജു? ഏറെ നേരത്തെ മൗനത്തിന് ശേഷം ആയുഷിന്റെ ആയിരുന്നു ചോദ്യം. അജു ഒരു ഞെട്ടലോടെ അവനെ നോക്കി. കൊട്ടാരം പോലെ പണിതുയർത്തിയ മാൻഷനിലായിരുന്നു അവന്റെ നോട്ടം അപ്പോഴും. ആ കണ്ണുകളിൽ സങ്കടവും നിസ്സഹായതയും ദേഷ്യവും ഒക്കെ മുന്നിട്ട് നിൽക്കുന്ന പോലെ തോന്നിപ്പോയിരുന്ന അജുവിന്. യൂണിഫോം അണിഞ്ഞ നിമിഷം മുതൽ ഇന്നോളം ആ ജോലിയോട് ആത്മാർത്ഥതയും നീതിയും പുലർത്തിയിട്ടുള്ളവനാണ്. തെറ്റ് ചെയ്യുന്നവനെ മുഖം നോക്കാതെ ശിക്ഷിക്കുന്നവൻ. ഇന്ന് കുറ്റവാളി വന്ന് മുന്നിൽ നിന്നിട്ട് പോലും ഒന്നും ചെയ്യാനാവാത്തതിന്റെ, അയാളുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റാത്തതിന്റെ ദേഷ്യവും സങ്കടവും അവനിൽ ആവോളമുണ്ടെന്ന് അജുവിന് മനസ്സിലായി. ഏറെക്കുറെ തന്റെ അവസ്ഥ അതുതന്നെയല്ലേ? അതുകൊണ്ടല്ലേ ഉറക്കം പോലും നഷ്ടമായി ഇവിടെ വന്ന് നിൽക്കുന്നു. അപ്പോഴും തങ്ങളിൽ നിന്നും വ്യത്യസ്തനായ ഒരാൾ അവിടെ ഒരുവൾ അടക്കി പിടിച്ച് മയങ്ങുന്നുണ്ട്. താനും തങ്ങളറിഞ്ഞ സത്യങ്ങൾ അതിന്റെ തീവ്രതയോടെ തന്നെ അവനും അറിഞ്ഞതാണ്. പക്ഷെ അതൊന്നും ഒരിക്കലും അവനെ ബാധിച്ചിട്ട് പോലും ഇല്ലെന്ന ബോധ്യമാണ്. ആദി എന്താ അജു ഇങ്ങനെ? ആരോടും ഒന്നിനോടൊരു കമ്മിറ്റ്മെന്റ് ഇല്ലാതെ? എന്തോ ഓർത്തപ്പോഴുള്ള ആയുഷിന്റെ ചോദ്യത്തിൽ അജു ഒന്ന് ചിരിച്ചു പോയിരുന്നു. ഈ ഒരു ചോദ്യത്തിന് മാത്രം എനിക്ക് ഉത്തരറിയില്ല ആയുഷ്. ആദ്യം എന്താ ഇങ്ങനെ? ആദ്യം എന്താ ചിന്തിക്കുന്നത്? ഇതൊന്നും എനിക്കറിയാത്ത കാര്യങ്ങളാണ്. ഇൻഫാക്ട് ആദിത്യവർമ്മ എന്ന വ്യക്തി എനിക്കറിയില്ല, അറിയാൻ ശ്രമിച്ചിട്ടില്ല. അതാവും സത്യം. ഒരിക്കൽ ചോദിച്ചപ്പോൾ വിലക്കിയതാണ് അവൻ. അറിയാൻ ശ്രമിക്കരുതെന്ന് പറഞ്ഞ്. സച്ച് എ വിയർഡ് മാൻ. അതെ, അവരിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്. നമ്മുടെയൊക്കെ യുക്തിക്കും ചിന്തകൾക്കുമൊക്കെ അപ്പുറമുള്ള ഒരു രഹസ്യം. പറയുമ്പോൾ തീർത്തും ഗൗരവമായിരുന്നു അജുവിൽ. മാസങ്ങൾക്കിപ്പുറം ഒരിക്കൽ തീർത്തും അപ്രതീക്ഷിതമായി മുന്നിൽ വന്നിരുന്ന ആദ്യം ഓർത്തുപോയിരുന്ന അജു. താടിയും മുടി ഒരുപോലെ നീട്ടി വളർത്തി അവനിലെ ഉറക്കമില്ലായ്മ വിളിച്ചോതുന്ന കണ്ണിന് താഴെയുള്ള കറുത്ത പാടുകൾ, കഴുത്തിലും കയ്യിലും ചുറ്റിയ രുദ്രാക്ഷം. ആദ്യ കാഴ്ചയിൽ തന്നെ പോലും തിരിച്ചറിയാതെ നിന്നവൻ. ആദ്യ എന്ന് വിളിച്ചപ്പോൾ തീർത്തും ഒരു അപരിചിതനെ പോലെ തന്നെ ഉറ്റുനോക്കിയവൻ. അജു, നമ്മൾ എന്താടാ ചെയ്യേണ്ടത്? പെട്ടെന്നുള്ള ആയുഷിന്റെ ചോദ്യം കേട്ടതും എന്തൊക്കെയോ ചിന്തകളായിരുന്നവൻ ഒരു ഞെട്ടിലോടെ നോക്കിപ്പോയി. ഏയ്, അറിയോ? ഓക്കെ. ആയുഷ് വീണ്ടും തട്ടി വിളിച്ചും അജു അതേന്ന് പതിയെ തലയനക്കി. ഈ സത്യം എനിക്കൊന്ന് നേരിട്ട് കാണാൻ സാധിക്കും ആയുഷ്. അയാൾ പറഞ്ഞു നിർത്തിയതിന്റെ ബാക്കിയൊന്ന് നേരിട്ട് കേൾക്കാൻ. അത് വേണോ അജു? നാളെ അയാളുടെ അറസ്റ്റ് ചെയ്യപ്പെടുത്താൻ പോവാണ് ഞാൻ. പ്ലീസ്, കുറച്ച് സമയം, അത്രയും മതി എനിക്ക്. അല്ലെങ്കിൽ ഈ അറസ്റ്റ് വാറന്റ് കൊണ്ട് ഒരു കാര്യം ഉണ്ടാകാൻ പോകുന്നില്ല അജു. വെറുതെ ഒരു പ്രഹസനാണെന്ന് പറയാം. എന്ന് വെച്ചാ
കേസ് കോടതിയിലെത്തുമ്പോൾ വാദിക്കാൻ വരുന്ന സിറ്റിങ്ങിന് ലക്ഷങ്ങൾ വാങ്ങുന്ന സുപ്രീം കോടതി വക്കീലന്മാരായിരിക്കും. തെളിവുകൾ യാതൊന്നുമില്ലാത്തൊരു കേസാണിത്. വാഗുണ്ട് ഏറ്റുപറയുന്ന അയാളുടെ മൊഴി ഏത് നിമിഷവും മാറ്റി പറഞ്ഞേക്കാം. അങ്ങനെ കൂടി സംഭവിച്ച ഈ നാട്ടിലെ കോടതി കേസിന്റെ കൂട്ടത്തിൽ ഒരെണ്ണം കൂടി. അല്ലെങ്കിലും ചന്ദ്രശേഖരൻ ആ മരണം അയാൾ അർഹിക്കുന്നല്ലേ? കൂടെ നിന്ന് ചതിക്കുന്നുള്ള ഏറ്റവും ചെറിയ ശിക്ഷയാണ് ഈ മരണം. അങ്ങനെയെങ്കിൽ ഇവിടെ നിന്റെ ആദിയുടെ അച്ഛന്മാരുടെ അവസ്ഥ എന്താവോ അജു? അവർക്കും വിധിക്കുന്നത്. ഒരു നിമിഷം ചോദ്യം പോലും പൂർത്തിയാക്കാനാവാതെ നിന്നുപോയിരുന്ന ആയുഷ്, അവനുള്ള മറുപടി നൽകാനാവാതെ അജു. ഒരു ലൂപ്പിൽ അകപ്പെട്ട പോലെയായിരുന്നു ഇരുവരും. എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരവസ്ഥ.